നിങ്ങളൊരു വീട് വെക്കാനുള്ള പ്ലാനിങ്ങിലാണോ? അല്ലെങ്കിൽ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ ഈ ഒരു വീഡിയോ നോട്ട് ചെയ്ത് വെച്ചോളൂ. അങ്ങനെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തോളൂ. ലക്ഷങ്ങളും കോടികളും മുടക്കി ഒരു വീട് പണിതിട്ട് ഈ ഒരു നാശനഷ്ടം വന്ന ഇൻഷുറൻസ് ക്ലെയിം പോലും ലഭിക്കാത്ത ഈ പ്രശ്നത്തിന് ആരും കാര്യമായിട്ടൊരു ഗൗരവത്തിലെടുക്കുന്നില്ല. നമ്മുടെ ഒരു ആയുസിൻ്റെ സമ്പത്തിനെ ചിതലിൽ നിന്നും സംരക്ഷിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, തറ കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ എഞ്ചിനീയറോടോ ബിൽഡറോടോ തറ കോൺക്രീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. കാരണം പ്രീ കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ നമ്മൾ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. നമുക്ക് മണ്ണിൽ തന്നെ നല്ല രീതിക്ക് കെമിക്കലിൻ്റെ ഒരു ലെയർ ഫോം ചെയ്യാൻ പറ്റും. അത് കുറേ വർഷങ്ങളേക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഇങ്ങനെയുള്ള ഉപകാരങ്ങളെല്ലാം ഉണ്ട്. ഇനി ഞാൻ എൻ്റെ വീട്ടിൽ മരം തന്നെ ഒന്നും ഉപയോഗിക്കുന്നില്ല, മരത്തിൻ്റെ ഒരു സാധനങ്ങളും ഇല്ല എന്ന് പറയുന്നവരോടും ഈ ഒരു 8-9 വർഷത്തെ അനുഭവത്തിൽ പറയുകയാണ്, ഇത് അത്രയും ചിലവ് വരുന്ന ഒരു പരിപാടിയല്ല. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രശ്നവും വരില്ല. കാരണം മരം ഉപയോഗിക്കാത്തവരുടെ ഷെൽഫിലും ബാക്കിയുള്ളവരുടെയും കയറി ഇത് തുണികളും ബാക്കിയെല്ലാം നശിപ്പിച്ച അവസ്ഥകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ പലർക്കും പ്രശ്നം വരും, ഈ ഉപയോഗിക്കുന്ന കെമിക്കൽസ് നമുക്ക് ഹാംഫുൾ ആണോ, അല്ലെങ്കിൽ അടുത്തുള്ള വെള്ളത്തിൻ്റെ വല്ല സ്രോതസ്സുകൾക്ക് പ്രശ്നം വരുമോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസിന് ഇല്ല. യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല, അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ടാർഗറ്റഡ് പെസ്റ്റിസൈഡ്സ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കോ പ്രകൃതിക്കോ വേറൊരു തരത്തിലും ഉള്ള ദൂഷ്യങ്ങൾ വരാത്ത കെമിക്കൽസാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൽ. പെസ്റ്റ് കൺട്രോളിനെ സംബന്ധിച്ചുള്ള എന്ത് സംശയങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക.